നമ്മളെല്ലാവരും സാധാരണ ബ്രഷ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും, നീളത്തിലേക്ക് ബ്രഷ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ നീളത്തിൽ ബ്രഷ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ദീർഘകാലം ഇങ്ങനെ ബ്രഷ് ചെയ്താൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ എനാമൽ പോലും തേഞ്ഞ് അതിൻ്റെ പല്ലിനുള്ളിൽ രക്തക്കുള്ള ഞരമ്പുകളെത്തി പിന്നീട് ഭയങ്കര ഒരു പുളിപ്പ് വേദനയും വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ബ്രഷിങ് ചെയ്യേണ്ട രീതി എന്ന് കാണിച്ചു തരാം. കുറച്ച് പേസ്റ്റ് എടുത്ത് ബ്രഷ് ഒരു 45 ഡിഗ്രി ആംഗിളിൽ പിടിക്കുക. എന്നിട്ട് ഒരു റൗണ്ട് മോഷനിൽ മോണയെന്ന് പല്ലിലേക്ക് ഒരു റൗണ്ട് മോഷനിലാണ് ചെയ്യേണ്ടത്. സാധാരണ ഫുഡ് പാർട്ടിക്കിൾസ് ഈ മോണൻ്റെ പല്ലിൻ്റെ ഇടയ്ക്കാണ് തങ്ങി നിൽക്കുന്നത്. അങ്ങനെ റൗണ്ട് മോഷനിൽ ചെയ്ത ശേഷം ഇത്തരത്തിലൊരു സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവശിഷ്ടങ്ങൾ പുറത്തേക്ക് പോകും. അതുപോലെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള റൗണ്ട് മോഷനാണ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മോണയെന്ന് പല്ലിലേക്കാണ് ബ്രഷ് ചെയ്യേണ്ടത്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഈ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു വൃത്തിയുള്ള കണ്ണാടിക്ക് മുന്നിൽ പോയിരുന്ന് ബ്രഷ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ എല്ലാത്തിലുപരി ഇത്ര നേരം പല്ല് തേക്കുന്നത് എന്നതിനേക്കാൾ ടെക്നിക്ക്, നമ്മൾ ഏത് ടെക്നിക്കിലാണ് പല്ല് തേക്കുന്നത് അതിലായിരിക്കുന്ന കാര്യം. അതുപോലെ കളർ ടൂത്ത് പേസ്റ്റ് പരമാവധി ഒഴിവാക്കുക. അത് എനാമലിൽ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പരമാവധി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ എത്ര നേരം നമ്മൾ പല്ല് തേക്കുന്നു എന്നതിലല്ല കാര്യം, നമ്മൾ പല്ല് തേക്കുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.